ഒരിക്കൽ കൂടി എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പവർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നിരിക്കുന്നത് ഒരു സ്ട്രക്ചറാണ്, ഒരു ടവറും അതിൻ്റെ ഉള്ള 3 ഡിസ്കുകളാണ്. ആ ഡിസ്കുകളിലെ കപ്പാസിറ്റൻസ് വാല്യൂ ആണ് C1. 3 ഡിസ്കിൻ്റെയും കപ്പാസിറ്റൻസ് C1 ആണ്. അതുപോലെ തന്നെ ഈ ക്രോസാമും ഈ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കപ്പാസിറ്റൻസ് C എന്ന് പറയും. ഓക്കെ, മെറ്റൽ പാർട്ട് ഓഫ് ഇൻസുലേറ്ററും ടവർ സ്ട്രക്ചറും തമ്മിലുള്ള ഇതാണ് മെറ്റൽ പാർട്ട് ഓഫ് ഇൻസുലേറ്ററും അതുപോലെ ടവർ സ്ട്രക്ചറും തമ്മിലുള്ള ഈ ഒരു ഇതിനെ നമ്മൾ കപ്പാസിറ്റൻസ് C ആയിട്ട് ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഇൻസുലേറ്റർ ഡിസ്കിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ C1 ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഇതിൽ ഓർത്തിരിക്കേണ്ടത് സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ടേമാണ്. അതിനെ നമ്മൾ ഈറ്റ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദി ഹോൾ സ്ട്രിങ്, മൊത്തം സ്ട്രിങ്ങിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് സ്ട്രിങ്സ്, നമ്പർ ഓഫ് ഡിസ്ക് ഇൻറ്റു വോൾട്ടേജ് നിയർ ടു കണ്ടക്ടർ. സപ്പോസ് ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്കിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് V ആണ്. അതുപോലെ വോൾട്ടേജ് നിയർ ടു കണ്ടക്ടർ, ഇതാണ് കണ്ടക്ടർ, ഇതിൻ്റെ നിയറുള്ള വോൾട്ടേജ്, അതായത് ഈ ഡിസ്കിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആണ്. അപ്പോൾ n എന്ന് വെച്ച് 3 നമ്പർ ഓഫ് ഡിസ്ക്. അപ്പോൾ നമുക്ക് ഈ എഫിഷ്യൻസിനെ ഈ ഡയഗ്രാം അനുസരിച്ച് V ഡിവൈഡഡ് ബൈ 3 ടൈംസ് V1 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് സ്ട്രിങ് എഫിഷ്യൻസി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഡിസ്കിൻ്റെ എണ്ണം കൂടുന്തോറും സ്ട്രിങ് എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. മെയിൻലി നമ്മൾ 4 ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇത് പിൻ ടൈപ്പ് ആണ്. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമുക്ക് 25 kV വരെ യൂസ് ചെയ്യാം. അടുത്തത് സസ്പെൻഷൻ ടൈപ്പ് ആണ്. സസ്പെൻഷൻ ടൈപ്പ് 11 kV വരെയും, അതുപോലെ ചില സ്ഥലങ്ങളിൽ 33 kV എന്നും അതിന് എഴുതിയിട്ടുണ്ട്. 33 kV വരെയും നമുക്ക് സസ്പെൻഷൻ ടൈപ്പ് യൂസ് ചെയ്യാം. അടുത്തത് സ്ട്രെയിൻ ടൈപ്പ് ആണ്. സ്ട്രെയിൻ ടൈപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുക ഏതെങ്കിലും സ്ഥലത്ത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റർ യൂസ് ചെയ്യുക. അടുത്തത് വരുന്നത് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ്. ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ലോ ടെൻഷൻ വോൾട്ടേജസിനാണ് യൂസ് ചെയ്യുക. അതായത് അപ് ടു 1 kV വരെയുള്ള വോൾട്ടേജസിനാണ് ഷാക്കിൾ ടൈപ്പ് ഇൻസുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. അടുത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ആദ്യം വരുന്നത് ഫീഡറാണ്. ഫീഡറിൽ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് സർവീസ് ബൈയിലോട്ട് ഫീഡ് ചെയ്യും. ഓക്കെ, ഇനി ഫീഡർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? ഫീഡർ ഡിസൈൻ ചെയ്യുന്നത് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡർ ഡിസൈൻ ചെയ്യുക. ഫീഡറിൽ വേറെ ടാപ്പിങ്സ് ഒന്നും ഉണ്ടാവില്ല ഫീഡറിൽ. ഓക്കെ, അതുപോലെ തന്നെ കറണ്ടിൻ്റെ വാല്യൂ ഫീഡറിൽ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക, ഫീഡർ ഡിസൈൻ ചെയ്യുക കറണ്ട് കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കറണ്ട് കപ്പാസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കറണ്ട് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കണ്ടക്ടറിനെയാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. അടുത്തത് ഫീഡർ ഡിസ്ട്രിബ്യൂട്ടറിനെ ഫീഡ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടർ എന്തിൻ്റെ ബേസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ബേസിലാണ്. വോൾട്ടേജ് ഡ്രോപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് ടേൺസിലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫ്ലോ. ഫീഡർ എന്തിൻ്റെ ബേസ് ചെയ്യും? കറണ്ട് കപ്പാസിറ്റിയിലാണ് ഫീഡർ ഡിസൈൻ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുക ബേസ്ഡ് ഓൺ വോൾട്ടേജ് ഡ്രോപ്പാണ് ഡിസൈൻ ചെയ്യുക. അടുത്തത് സർവീസ് മെയിൻ ഡിസൈൻ ചെയ്യുന്നത് ലോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് സർവീസ് മെയിൻ ഡിസൈൻ ചെയ്യുക. അടുത്തത് നോട്ട് ചെയ്യേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റിൻ്റെ ഇക്വേഷൻ ആണ്. VS/VR ഡിവൈഡഡ് ബൈ X ഇൻറ്റു സൈൻ ഡെൽറ്റ ആണ് സ്റ്റഡി സ്റ്റേറ്റ് പവർ ലിമിറ്റിൻ്റെ ഇക്വേഷൻ. അടുത്തത് റിയാക്റ്റീവ് പവർ Q 0 ആണെങ്കിൽ അതൊരു യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. അതുപോലെ റിയാക്റ്റീവ് പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് ലീഡിങ് പവർ ഫാക്ടറിലോടായിരിക്കും. അതുപോലെ റിയാക്റ്റീവ് പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഇനി ഈ റിയാക്റ്റീവ് പവറിനെ എങ്ങനെയാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും അബ്സോർബും ഡെലിവറി ചെയ്യാൻ നോക്കാം. ഇൻഡക്ടർ അബ്സോർബ് ലാഗിങ് VAR. ഇൻഡക്ടർ എപ്പോഴും ലാഗിങ് VAR അബ്സോർബ് ചെയ്യും. അതുപോലെ കപ്പാസിറ്റർ എപ്പോഴും അബ്സോർബ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ ഓൾവേസ് അബ്സോർബ് ലീഡിങ് VAR. ഓർത്തിരിക്കുക, ഇൻഡക്ടർ എന്താ ചെയ്യുക? ഇൻഡക്ടർ ലാഗിങ് VAR അബ്സോർബ് ചെയ്യും. അതുപോലെ കപ്പാസിറ്റർ ലീഡിങ് VAR അബ്സോർബ് ചെയ്യും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡെലിവർ ചെയ്യുമ്പോൾ. കപ്പാസിറ്റർ ഡെലിവർ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ഡെലിവേഴ്സ് ലാഗിങ് VAR-ഉം ഇൻഡക്ടർ ഡെലിവർ ലീഡിങ് VAR-ഉം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് ചെറുതായിട്ട് ഫോൾട്ട് അനാലിസിസിൻ്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം. അതിനാദ്യം എന്താണ് പെർ യൂണിറ്റ് വാല്യൂ നോക്കണം. പെർ യൂണിറ്റ് വാല്യൂ എന്നല്ല, ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ് നമ്മുടെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. V/I base നമുക്ക് സെറ്റ് ബേസ് തരും. V/I base നമുക്ക് സെറ്റ് ബേസ് തരും. ഇനി എന്താണ് I base എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി KV ആണ് നോർമലി നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുക. KVA ആണ് നോർമലി ബേസ് ആയിട്ട് യൂസ് ചെയ്യുക. അതിൽ നമുക്ക് I base കിട്ടും. I base KVA base by √3 KVB in 3-phase system.
ഇനി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെറ്റ് ബി കിട്ടും. സെറ്റ് ബി എന്താണ്? സെറ്റ് ബി എന്ന് വെച്ചാൽ KVB ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ MVA ബേസ് വാല്യൂ ആണ് സെറ്റ് ബേസ് എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണിത്. സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ്. അതായത് പഴയ സിസ്റ്റത്തിൽ ഉണ്ടായ സെറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു KV ഓൾഡ് ഡിവൈഡ് ബൈ KV ന്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു KVA ന്യൂ ഡിവൈഡ് ബൈ KVA ഓൾഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നും നോട്ടിരിക്കുക. സെറ്റ് പെർ യൂണിറ്റ് ന്യൂ എന്ന് വെച്ചാൽ സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു KV ഓൾഡ് ഡിവൈഡ് ബൈ KV ന്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു KVA ന്യൂ ഡിവൈഡഡ് ബൈ KVA ഓൾഡ്. അടുത്തത് നമ്മുടെ സെറ്റ് ബേസ് പ്രൊപ്പോർഷണൽ ടു KV ഹോൾ സ്ക്വയർ ആണ്. സെറ്റ് ബേസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് സ്ക്വയർ ആണ്. അതേസമയം പെർ യൂണിറ്റ് സെറ്റ് പെർ യൂണിറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു KV സ്ക്വയർ ആണ്. അതുപോലെ സെറ്റ് പെർ യൂണിറ്റ് പ്രൊപ്പോർഷണൽ ടു MVA ആണ്. നേരിട്ടുള്ള ചോദ്യം ഞാൻ സാധ്യതയുണ്ട് ഈ വകുപ്പിൽ നിന്ന്. അടുത്ത നമ്മുടെ ഫോൾട്ട് അനാലിസിസ് ആണ്. ഫോൾട്ട് അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നമുക്കറിയാം 4 തരത്തിലുള്ള ഫോൾട്ടാണ്. LL, LL ഫോൾട്ട്, LLG ഫോൾട്ട്, LL ഫോൾട്ട്, LG ഫോൾട്ട്. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോൾട്ടാണ് LL ഫോൾട്ട്. ഇത് ലൈൻ ടു ലൈൻ ഫോൾട്ട്. ഓക്കെ, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. ഇതുണ്ടാകാനുള്ള പ്രോബിലിറ്റി വളരെ ലെസ് ആണ്. 2% ചാൻസ് മാത്രമേ ഇതുണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ. ഇതാണ് മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട്. ഇതിനുശേഷം വരുന്ന ഫോൾട്ടാണ് LLG ഫോൾട്ട്. 2 ലൈനും ഗ്രൗണ്ടും തമ്മിലുള്ള ഫോൾട്ട്. ഇതിൻ്റെ പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. 5% ഉള്ളൂ. അതിനുശേഷം വരുന്നതാണ് ലൈൻ ടു ലൈൻ ഫോൾട്ട്. അതിൻ്റെ ഉണ്ടാകാനുള്ള ശതമാനം 8%. മോസ്റ്റ് പ്രോബിബിൾ ഫോൾട്ട് ഉണ്ടാകുന്ന ഫോൾട്ടാണ് LG ഫോൾട്ട്, 85%. ഇത് ലെസ് ഡേഞ്ചറാണ്. ഓക്കെ, മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ LLL ഫോൾട്ടാണ്. എന്നാൽ ജനറേറ്റർ ടെർമിനലിലെ മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് LG ഫോൾട്ടാണ്. ഇത് ഓർത്തിരിക്കുക. മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് വെറുതെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് LLL ഫോൾട്ടാണ്, അല്ല മറിച്ച് മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് ജനറേറ്റർ ടെർമിനലിൽ ഏതാണ് മോസ്റ്റ് ഡേഞ്ചറസ് ഫോൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LG ഫോൾട്ടാണ്. അടുത്തത് ഓരോ സ്ഥലത്തും പെർമിസിബിൾ വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ഒരു സാധാരണ നോർമൽ പവർ സ്റ്റേഷനിൽ പവർ പ്ലാന്റിൽ നമ്മുടെ എർത്തിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ഓമിന് അടുത്തായിരിക്കും. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പവർ പ്ലാന്റിൽ 1 ഓമിന് അടുത്തായിരിക്കും. സ്മോൾ പവർ സ്റ്റേഷൻ ലൈക്ക് 33 kVയുടെ പവർ സ്റ്റേഷനിലൊക്കെ അതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് വാല്യൂ 2 ഓം ആയിരിക്കും. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സ്ട്രക്ചറിൽ റെസിസ്റ്റൻസ് വാല്യൂ 5 ഓം ആയിരിക്കും. പവർ ഫോർട്ടിംഗ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നോർമലി 10 ഓം ആയിരിക്കും. ഈ വാല്യൂസ് ഓർത്തിരിക്കുക. മെയിനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചറിൽ എത്രയാണെന്നും അതുപോലെ തന്നെ പവർ സ്റ്റേഷൻ്റെ അവിടെ എത്രയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ റിലേസിനെ കുറിച്ച് നോക്കുകയാണ്. റിലേ നമ്മൾ യൂസ് ചെയ്യുക ഫോൾട്ട് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേ യൂസ് ചെയ്യുക. റിലേ ഉണ്ടായ ഫോൾട്ട് സെൻസ് ചെയ്തിട്ട് അത് സർക്യൂട്ട് ബ്രേക്കറിന് ട്രിപ്പ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും. ഡിസ്റ്റൻസ് റിലേയിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് റിലേ ആണ്. ഇംപിഡൻസ് റിലേ, റിയാക്ടൻസ് റിലേ, അതുപോലെ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ. അപ്പോൾ ഈ റിലേയുടെ പേര് എന്നിട്ട് എന്ത് ടൈപ്പ് ഓഫ് റിലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് റിലേയിൽ വരുന്ന കാറ്റഗറിയാണ് ഇംപിഡൻസ്, റിയാക്ടൻസ് ആൻഡ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ. അടുത്തത് ഏതൊക്കെ ഡിവൈസിലാണ് നമ്മൾ ഈ റിലേസ് യൂസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. റിലേ നമ്മൾ യൂസ് ചെയ്യുക ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ് യൂസ് ചെയ്യുക. റിയാക്ടൻസ് റിലേ നമ്മൾ യൂസ് ചെയ്യുക ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനാണ് റിയാക്ടൻസ് റിലേ യൂസ് ചെയ്യുക. ഇംപിഡൻസ് റിലേ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം ട്രാൻസ്മിഷൻ ലൈനാണ് ഇംപിഡൻസ് റിലേ യൂസ് ചെയ്യുക. ട്രാൻസ്ലേ എന്ന് പറയുന്ന റിലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീഡറിന് വേണ്ടിയിട്ടാണ്, ഫീഡറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അണ്ടർ ഫ്രീക്വൻസി റിലേ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നെഗറ്റീവ് സീക്വൻസ് റിലേ യൂസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്ററിന് വേണ്ടിയിട്ടാണ്. ഈ റിലേയുടെ ഈ ഒരു സെക്ഷൻ നോക്കിയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിനെ മെയിനായിട്ട് ലൈറ്റ് സർക്യൂട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നത് മാക്സിമം 10 പോയിന്റ് അല്ലെങ്കിൽ 800 വാട്ട്. ഏതാണോ ആദ്യം വരുന്നത് 10 പോയിന്റ് കൂടുമ്പോൾ 800 വരുന്നില്ലെങ്കിൽ നമുക്ക് 10 പോയിന്റ് യൂസ് ചെയ്യാം. അല്ല 5 പോയിന്റ് യൂസ് ചെയ്യുമ്പോഴേക്കും 800 വാട്ട് വരികയാണെങ്കിൽ 800 വാട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലൈറ്റ് സർക്യൂട്ടിൽ ഐദർ യു ക്യാൻ കണക്ട് മാക്സിമം 10 പോയിന്റ്സ് ഓർ മാക്സിമം 800 വാട്ട് വരെയോ അല്ലെങ്കിൽ മാക്സിമം 10 പോയിന്റ് വരെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലൈറ്റ് സർക്യൂട്ടിൽ. പവർ സർക്യൂട്ടിൽ മാക്സിമം 2 പോയിന്റ് ആണ് പറ്റുക, അല്ലെങ്കിൽ 3000 വാട്ട്. ഓക്കെ, അടുത്തത് കോഡ് ഓഫ് പ്രാക്ടീസ് കോഡ് IS 3043 ആണ്. കോഡ് ഫോർ പ്രാക്ടീസ് ഓഫ് എർത്തിങ് പ്രാക്ടീസിൻ്റെ കോഡ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ കോഡ് എന്ന് പറയുന്നത് IS 3043 ആണ്.